നമ്മൾ ചവ്വരി വാങ്ങുമ്പോൾ ഒന്നെങ്കിൽ പായസം വയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് അടിക്കുമ്പോൾ അതിൽ ചേർക്കും. അതല്ലേ പതിവ്. ഇനി ഇതൊന്ന് മാറ്റി പിടിക്കാട്ടെ. ഇനി നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി പപ്പടം ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ നമ്മളെ ചവ്വരി അതെടുത്തിട്ടുണ്ട് കേട്ടോ. അത് 1 കപ്പ് അളവിൽ നമ്മൾ എടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് അതേ കപ്പ് അളവ് തന്നെ നമ്മൾ ഈ ചവ്വരി ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ അതിലേക്ക്. എന്നിട്ട് നമ്മളിത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറോ അതിൽ കൂടുതലോ വെക്കുക. എന്തായാലും അതിൽ കുറയണ്ട. കാരണം ഇത്രയും നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചെടുത്തിട്ട് വരുമ്പോൾ ഈ പോലെ നമ്മുടെ കയ്യിലെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊന്ന് വേഗം കയ്യിൽ നിന്ന് അലിഞ്ഞ് കിട്ടും. അതങ്ങനെ അലിഞ്ഞ് കിട്ടുന്നത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 മണിക്കൂറിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നില്ല. ഫൈനായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. പക്ഷേ ഞാൻ നല്ല ഫൈനായിട്ട് അരയ്ക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പൊടി നിന്നോട്ടുള്ള ഇതിലാണ് അരയ്ക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പപ്പടം ഉണ്ടാക്കി വരുന്ന സമയത്ത് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഫൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഇരട്ടി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്യാസിൽ വെച്ച് ഇതേപോലെ നല്ലപോലെ ഒന്ന് സിമ്മിലിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 1.5 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. പിന്നെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ജീരകം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഈ ഒരു പരുവ ഒരു 5 മിനിറ്റ് ഇളക്കുമ്പോഴേ തന്നെ ഇതുപോലെ നല്ല കട്ടിയായി കുറുകി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിനി ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണക്കാൻ വെക്കുന്നത് ആ പാത്രത്തിൽ ആദ്യം ഒന്ന് കുറച്ച് എണ്ണ തടവി കൊടുക്കുക കേട്ടോ. എന്നാൽ നമുക്കിത് വേഗം വിട്ട് കിട്ടും. അപ്പം ഞാൻ പ്ലേറ്റിലാണ് കേട്ടോ ഉണക്കാൻ വെക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഷീറ്റ് ഉണ്ടെങ്കിൽ ഷീറ്റ് വിരിച്ചിട്ട് അതിലോ എങ്ങനെ വേണമെങ്കിലും ഉണക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ ഇതുപോലെ എണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിനനുസരിച്ച് ഈ ചൂടോടെ തന്നെ നമുക്കിത് കോരി ഒഴിച്ചിട്ട് ഇതേപോലെ പരത്തി പ്ലേറ്റിലാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇപ്പം നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം വയ്ക്കുമ്പോഴത്തേ തന്നെ നമ്മുടെ പപ്പടം അടിപൊളിയായി റെഡി ആക്കി കിട്ടും കേട്ടോ. അപ്പം ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ പപ്പടം ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. നമ്മൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് എടുക്കാൻ നോക്കിയാൽ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്കിത് ഒന്നുകൂടെ ആവണം. ഇത് നല്ലപോലെ ഒന്ന് എന്താ പറയുക ഗ്ലാസ് പോലെ ആയി വരും കേട്ടോ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു പരിവാവണം. അപ്പോൾ നമുക്കിത് 1 ദിവസം കൂടെ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 1 ദിവസം കൂടെ വെച്ചിട്ട് നോക്കാം ഇത് എങ്ങനെയാവുന്നു. അപ്പോൾ 2 ദിവസത്തെ വെയിലും ചൂടും ഒക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ പപ്പടം ഇവിടെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണ തടവി വെച്ചുകൊണ്ട് പ്ലേറ്റിൽ അങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഇവിടെ നോക്കുമ്പോൾ അവിടെ കാണുന്ന പോലെ നല്ല ചില്ല് ഗ്ലാസ് പോലെ ആയി വന്നിട്ട് കേട്ടോ നമ്മളെ പപ്പടം. നമുക്കിത് നല്ല ചൂടുന്ന എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ ഈ റൗണ്ട് കുഞ്ഞു പപ്പടം ചില എക്സിബിഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വാങ്ങുന്ന അതേ പപ്പടത്തിൻ്റെ അതേ സെയിം ടേസ്റ്റാണ് കേട്ടോ. ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കൂ. നമ്മളെക്കാൾ കൂടുതൽ ഇഷ്ടമാവും മക്കൾക്കാട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ എൻ്റെ ഭയങ്കര ഇഷ്ടമായി. അവനത് മുഴുവൻ എടുത്ത് കഴിച്ചു. അതന്നെയാണ് ഫുള്ള് കഴിച്ചത്. ഒരു 5-6 മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കെമിക്കൽസോ യാതൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. വീട്ടിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരായിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ 100% ഉറപ്പ് പറയാം കേട്ടോ. അപ്പം നിങ്ങളിത് ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അപ്പം ടാറ്റാ.